ഹായ് ഓൾ, ഞാൻ ഈ വീഡിയോയിലൂടെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ലാസ്റ്റ് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റേജസ് പറഞ്ഞിരുന്നു. അപ്പോൾ പലരും അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു സ്ലൈഡ് അതിന് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ പ്രസൻറ്റേഷനിൽ എന്താണ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, എപ്പോഴാണ് കമ്പനികൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുക, എന്തുകൊണ്ടാണ് ചിന്തിക്കുക, എങ്ങനെയാണത് അതിൻ്റെ ഒരു പ്ലാൻ വരുന്നത്, അതുപോലെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എസ്പെഷ്യലി 8 സ്റ്റേജസ് ഓഫ് NPD അല്ലെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അതുപോലെ കൺസ്യൂമർ അഡോപ്ഷൻ പ്രോസസ്സും, അതുപോലെ ലാസ്റ്റ് കുറച്ച് റെഫറൻസും തരാം. ആ റെഫറൻസ് ഇനി കൂടുതൽ ഫർദർ റീഡിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത്തരം ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റെഫർ ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈസ് എ ഡെവലപ്മെൻറ്റ് ഓഫ് ഒറിജിനൽ പ്രൊഡക്ട്സ്, പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ്, പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ ആൻഡ് ന്യൂ ബ്രാൻഡ്സ് ത്രൂ ദ ഫേംസ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എഫേർട്ട്. ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി പുതിയത് ആവണമെന്നില്ല. മേ ബി ഫസ്റ്റ് സ്റ്റേജസ് ഇറ്റ് ഈസ് ആൻ ഒറിജിനൽ പ്രൊഡക്റ്റ്, മേ ബി ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ, ഉള്ള പ്രൊഡക്റ്റ് തന്നെ ഡിസൈനോ മറ്റു കാര്യങ്ങളോ മാറ്റിയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ന്യൂ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഒരു കമ്പനിക്ക് തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ യൂണിലിവറിൻ്റെ ഡിഫറെൻറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡുകളുണ്ട്. ക്ലോസപ്പ് ഇറ്റ്സ് എ ബ്രാൻഡ് ആൻഡ് പെപ്സോഡന്റ് ഈസ് അനദർ ബ്രാൻഡ്. അതൊരു എക്സാമ്പിളാണ്. അതുപോലെ എന്തുകൊണ്ടാണ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനികൾ ചൂസ് ചെയ്യുന്നത്? ടു മെയിൻറ്റെയിൻ ആൻഡ് ബിൽഡ് സെയിൽസ് ത്രൂ റീപ്ലേസ്മെൻറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്, നമുക്ക് ചിലപ്പോൾ ഒരേ ബ്രാൻഡിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. സ്വിച്ചിങ് വളരെ കൂടുതലുള്ള മെൻറ്റാലിറ്റിയുള്ള കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മേ ബി സെയിം ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അന്ന് മാറ്റി അടുത്തതിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഒരു പ്രവണത എപ്പോഴും നമുക്കുണ്ടാകും. അപ്പോൾ ആ സെയിൽസും അതൊന്നും മോശം വരാതിരിക്കാൻ, അല്ലെങ്കിൽ വേറൊരു കോമ്പറ്റീറ്ററിൻ്റെ കയ്യിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ടു ഷേപ്പ് ദ കമ്പനീസ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സെയിൽസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനീസിലെ പുതിയ പ്രൊഡക്റ്റുകൾ, ബ്രാൻഡുകൾ ഒക്കെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് എസ്പെഷ്യലി തേർഡ് വൺ, ടു ഫുൾഫിൽ ദ എവർ ചേഞ്ചിങ് കസ്റ്റമർ പ്രിഫറൻസസ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കാലത്തിനനുസരിച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡക്റ്റുകൾ മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വരും, പ്രൊഡക്റ്റുകൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, പുതിയ പ്രൊഡക്റ്റുകൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ കണ്ടെത്തേണ്ടി വരും. ഇനി വെൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് once a company has segmented market carefully, അതുകൊണ്ട് നന്നായിട്ട് സെഗ്മെൻറ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കണം. ചോസൺ ഇസ് ടാർഗറ്റ് കസ്റ്റമർ ഗ്രൂപ്പ്, നമ്മൾ എന്ത് ചെയ്യണം, ഒരു കസ്റ്റമർ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യണം. ഇന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഐഡൻറ്റിഫൈ ദർ നീഡ്സ്, റിക്വയർമെൻറ്റ് ആൻഡ് പ്രിഫറൻസസ്, ആൻഡ് ആൾസോ ഡിറ്റർമിൻ അപ്രോപ്രിയേറ്റ് മിക്സ് ഓഫ് 4 P's, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കണം. അതിനൊരു ഓൾറെഡി നമ്മൾ ഏത് ടാർഗറ്റ്, ആരെയാണ് കസ്റ്റമർ ടാർഗറ്റ്, ഇപ്പോൾ ലക്ഷറിയസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൈസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആ രീതിയിൽ ഈ 4 കാര്യങ്ങൾ എന്ത് വേണം, ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഓൾറെഡി ഈ കമ്പനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റുമായിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. ആൻഡ് ഓൾസോ marketing actively interact with other departments such as especially research and development for product development. കാരണം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കസ്റ്റമേഴ്സുമായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്യുന്നത്. കാരണം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും അവരെന്താണ് ആവശ്യം, മാർക്കറ്റിൻ്റെ ഒരു പൊസിഷൻ, മാർക്കറ്റിൻ്റെ ഒരു നീഡ് എന്താണെന്ന് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് അറിയാം. അപ്പോൾ അവരത് കറക്റ്റായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എന്ത് ചെയ്തു കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് എന്ത് വരുന്നത് അതിൻ്റെ. ഇനി എങ്ങനെയാണ് ഹൗ NPD ന്യൂ പ്രൊഡക്ട്സ് റേഞ്ച് ഫ്രം ന്യൂ ടു ദ വേൾഡ് പ്രൊഡക്ട്സ് ദാറ്റ് ക്രിയേറ്റ് ആൻ എൻറ്റയർലി ന്യൂ മാർക്കറ്റ് ടു മൈനർ ഇംപ്രൂവ്മെൻറ്റ്സ് ഫോർ റിവിഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. നമ്മൾ പറഞ്ഞ നേരത്തെ അതേപോലെ തന്നെയാണ്, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആവാം, ഇംപ്രൂവ്മെൻറ്റ് പ്രൊഡക്റ്റ് ആവാം, ഒക്കെ ആവാം. ഇനി ഈ ഒരു കാറ്റഗറീസ് ഉണ്ട്. അക്വിസിഷൻ, എന്താ, കമ്പനീസ് അക്വിസിഷൻ, പാറ്റന്റ് അക്വിസിഷൻ, ലൈസൻസ് ഓഫ് ഫ്രാഞ്ചൈസി. ആ തരത്തിൽ നമുക്ക് ന്യൂ പ്രൊഡക്റ്റ് കിട്ടാം. വേറൊരു കമ്പനിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, അക്വയർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, ആ കമ്പനിയിൽ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റും കൂടി നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് മാറി. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പുതിയൊരു പാറ്റന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പാറ്റന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു. അതുപോലെ ലൈസൻസ്, ഫ്രാഞ്ചൈസി ഒക്കെ എന്തിൽ വരുന്നു, ഈ അക്വിസിഷൻ. അപ്പോഴെന്താ ചെയ്യാം, അക്വിസിഷൻ ഈസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്.
അതുപോലെ രണ്ടാമത് കോമൺ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. നമുക്കൊരു എല്ലാ കമ്പനികൾക്കും ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അവരെപ്പോഴും എന്തുണ്ടാവും, ഓരോ റിസർച്ചും കാര്യങ്ങളും പുതിയ പ്രൊഡക്റ്റുമായി അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റിൻ്റെ മോഡിഫിക്കേഷൻ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. പിന്നെ മൂന്നാമത് തരത്തിലുള്ള ഒരു ന്യൂ ടു ദ വേൾഡ് പ്രൊഡക്റ്റ് ക്രിയേറ്റ്സ് എസെൻഷ്യലി ന്യൂ മാർക്കറ്റ്. അതാണ് പുതിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ഇത് എക്സാമ്പിൾ കുറച്ച് ഓൾഡ് എക്സാമ്പിളാണ്. വാക്ക്മാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർ ഫസ്റ്റ് കൊണ്ടുവന്നത് സോണി എന്നുള്ള കമ്പനിയാണ്. അതുപോലെ ഐപോഡ്, ആപ്പിളിൻ്റെ ഐപോഡ് വന്നതിന് ശേഷം ബാക്കിയുള്ള പല കമ്പനികളും അതിലോട്ട് മാറിയെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ടായിരുന്നു വേൾഡിലോട്ട് അവതരിക്കപ്പെട്ടത്. അപ്പോൾ അതെന്താണ്, അതൊരു ടൈപ്പ് ഓഫ് ന്യൂ പ്രൊഡക്റ്റാണ്. അതുപോലെ ന്യൂ പ്രൊഡക്റ്റ് ലൈൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് ഒരു കമ്പനി ചിലപ്പം പല മേഖലയിലുണ്ടാവും. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ചിലപ്പം സോപ്പ് ഉണ്ടായിരുന്നു, ഷാമ്പു ഉണ്ടായിരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പുതിയ പ്രൊഡക്റ്റ് ലൈനിലോട്ട് വന്നു. എന്നാൽ ടൂത്ത് പേസ്റ്റ് എന്നുള്ളൊരു സെഗ്മെൻറ്റ് അവർ വന്നു. അതെന്താണ്, ഒരു ടൈപ്പ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് ഫിഫ്ത്ത് ഓൺ അഡീഷൻ ടു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ലൈൻ. ഇനി ഓൾറെഡി ഉണ്ട് എന്ന് വിചാരിക്കാം. നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ യൂണിലിവറിന് ക്ലോസപ്പ് എന്നുള്ളൊരു ബ്രാൻഡുണ്ട്. പക്ഷേ അഗെയിൻ അവരെന്ത് ചെയ്തു, ആ ഒരു ബ്രാൻഡിലോട്ട് ഒരു ബ്രാൻഡും കൂടി അവർ ആഡ് ചെയ്തു, പെപ്സഡൻറ്റ് എന്നുള്ള ടൂത്ത് പേസ്റ്റ് സെഗ്മെൻറ്റിൽ ഒന്നും ആഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സിക്സ്തായി വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. അതായത് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ലൈനുകളെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഒരു കാലത്ത് സ്പ്ലെൻഡർ വളരെ ഹിറ്റായിരുന്നു. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു വീണ്ടും അവർ ഹീറോ എന്ത് ചെയ്തു, സ്പ്ലെൻഡർ പ്ലസ് എന്നുള്ള, അതായത് ഓൾറെഡി പഴയ കാര്യങ്ങളിൽ ചില മോഡിഫിക്കേഷൻ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ട് സ്പ്ലെൻഡർ പ്ലസ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് അവരെന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തു. മൂന്നാമത്തതാണ് റീപൊസിഷനിങ്, എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് ടാർഗറ്റഡ് ടു എ ന്യൂ മാർക്കറ്റ് സെഗ്മെൻറ്റ്. ഓക്കെ, എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പോൾ ഇതിൽ എക്സാമ്പിളാണ് ബജാജ് കാലിബറും അതുപോലെ കാലിബർ ക്രോം, ഹുഡിബാബ, ഡിഫറെൻറ്റ് കൈൻഡാണ്. എന്നാൽ ഒരേ സംഭവം തന്നെ രണ്ട് ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും, ഓൾഡ് ഏജ് ആളുകൾക്കായിരിക്കും. പക്ഷേ അതേ ബ്രാൻഡ് തന്നെ ചെറിയ വ്യത്യാസത്തിൽ എന്താക്കി മാറ്റാം, ചെറിയ വ്യത്യാസത്തിൽ വേറൊരു സെഗ്മെൻറ്റിലൂടെ മേ ബി എന്തായിരിക്കാം, അഡൽസിന് അല്ലെങ്കിൽ കുറച്ചും കൂടി യങ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ കൊടുക്കാം. അതുപോലെ കോസ്റ്റ് റിഡക്ഷൻ ഏറ്റവും എക്സാമ്പിൾ ചിലപ്പോൾ ഈ കാഡ്ബറിൻ്റെ ഒക്കെ 5 സ്റ്റാർ ചിലപ്പോൾ 5 രൂപേൻ്റെ പാക്ക് നിങ്ങൾക്ക് കിട്ടും, 10 രൂപേൻ്റെ കിട്ടും. ചിലപ്പോൾ അങ്ങനെ 2 രൂപേൻ്റെ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഡയറി മിൽക്കൊക്കെ വാങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും, അതും എന്താണ്, ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ സ്റ്റേജസ് തന്നെയാണിത്. ഐഡിയ ജനറേഷൻ മുതൽ ലാസ്റ്റ് കമേഴ്ഷ്യലൈസേഷൻ വരെ. ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ കൂടി നിങ്ങൾക്ക് കാണാം. ഇതൊരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഡിസിഷൻ പ്രോസസ്സാണ്. ഒരു കമ്പനിയിൽ നടക്കുന്ന ഡിസിഷൻ പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഐഡിയ ജനറേഷനാണ്. ഈസ് ദ ഐഡിയ വർത്ത് കൺസിഡറിങ്, അതായത് ഐഡിയ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണോ. നോ എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ്സ് ഡ്രോപ്പ് ദാറ്റ് ഐഡിയ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു. യെസ് ആണെങ്കിൽ മാത്രം അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നു, ഐഡിയ സ്ക്രീനിങ്ങിലോട്ട് പോകുന്നു. അതായത് ഈസ് ദ പ്രൊഡക്റ്റ് ഐഡിയ compatible with company objectives, strategies and resources. അപ്പോൾ ഐഡിയ വർത്താണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോയി. അപ്പോൾ ഐഡിയ സ്ക്രീനിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഐഡിയ സ്ക്രീനിങ് എങ്ങനെയാണ് ചെയ്യുക, കമ്പനിക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. കമ്പനി ദേ ഹാവ് ഒബ്ജക്റ്റീവ്സ്, ദേ ഹാവ് സ്ട്രാറ്റജീസ്, ദേ ഹാവ് ദ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഓൾ അതർ റിസോഴ്സസ്. ആ റിസോഴ്സസിന് കാപ്പബിൾ ആണോ ഇത്തരം ഒരു ഐഡിയയെ ആക്സെപ്റ്റ് ചെയ്യാൻ. അതുപോലെ കമ്പനീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണോ. നോ എന്നാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡിയ വീണ്ടും ഡ്രോപ്പ് ചെയ്യുന്നു. യെസ് ആണെങ്കിൽ വി ആർ ഗോയിങ് ടു ദ തേർഡ് സ്റ്റേജ്, കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്. അവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ക്യാൻ വി ഫൈൻഡ് എ ഗുഡ് കോൺസെപ്റ്റ് കൺസ്യൂമേഴ്സ് സേ ദേ വുഡ് ട്രൈ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ന്യൂ, കസ്റ്റമേഴ്സ് അത് ശ്രദ്ധിക്കുകയില്ല. മൂന്നാമത് എന്താ ചെയ്യുന്നത്, ആ കസ്റ്റമേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ആണോ എന്നുള്ളതാണ് തേർഡ് സ്റ്റേജിൽ നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ വി ആർ അഗെയിൻ ഡ്രോപ്പിംഗ് ദാറ്റ് ഐഡിയ. ഇഫ് യെസ് വി ആർ മൂവിങ് ടുവേർഡ്സ് നമ്പർ 4, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ്. അതിലാണ് ക്യാൻ വി ഫൈൻഡ് എ കോസ്റ്റ് എഫക്റ്റീവ് അഫോർഡബിൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഏറ്റവും പ്രധാനം കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി ഇനി ആ പ്രൊഡക്റ്റിലോട്ട് പോകുമ്പോൾ നമുക്കൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കും. ഇവിടെ മാർക്കറ്റിംഗ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അതായത് ഒരു അഫോർഡബിളായ അഡ്വർടൈസ്മെൻറ്റ് നടത്താൻ പറ്റുമോ, അഫോർഡബിളായ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം നമ്മൾ, എങ്ങനെയാണ് നമ്മളത് ടാർഗറ്റ് ചെയ്യുക, ആരെയാണ് ടാർഗറ്റ് ചെയ്യുക, എങ്ങനെയാണ് സെഗ്മെൻറ്റ് ചെയ്യുക, ആ 4 P's ഒക്കെ വളരെ കറക്റ്റായിട്ട് നോക്കും.
Okay ആണെങ്കിൽ we are going to move towards the fifth block, or otherwise we are dropping it. Then business analysis, will this product meet our profit goal? ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ബിസിനസ് അനാലിസിസ് നോക്കുക. പ്രോഫിറ്റ് ഗോൾ എന്നാൽ കമ്പനിക്ക് ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ആ പ്രോഫിറ്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. മേ ബി ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പറ്റിയില്ലെങ്കിൽ പോലും അത് മെച്യൂരിറ്റി സ്റ്റേജിലോട്ട് പോകുമ്പോൾ ആ പ്രൊഡക്റ്റ് അതിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, അതൊരു പ്രോഫിറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ. ഇല്ലെങ്കിൽ വി ആർ ഡ്രോപ്പിംഗ് ദാറ്റ് ഐഡിയ, ആണെങ്കിൽ വി ആർ ഗോയിങ് ടു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാവ് വി ഗോട്ട് എ ടെക്നിക്കലി ആൻഡ് കമേഴ്ഷ്യലി സൗണ്ട് പ്രൊഡക്റ്റ്? ഒരു ടെക്നിക്കലി ഗുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമേഴ്ഷ്യലി, അതായത് നന്നായിട്ട് സെയിൽ നടക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിലോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ യെസ് ആണെങ്കിൽ മാർക്കറ്റ് ടെസ്റ്റിലോട്ട് പോകുന്നു. ഹാവ് പ്രൊഡക്റ്റ് സെയിൽസ് മീറ്റ് എക്സ്പെക്റ്റേഷൻ? അവിടെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എത്രയാണെന്ന് നോക്കും. എക്സ്പെക്റ്റേഷൻ മാർക്കറ്റ് ഹാവ് എ പ്രൊഡക്റ്റ് സെയിൽസ് മീറ്റ് എക്സ്പെക്റ്റേഷൻ? നോ ആണെങ്കിൽ നമ്മൾ അവിടെ ഡ്രോപ്പ് അല്ല ചെയ്യുന്നത്, സെൻഡ് ദ ഐഡിയ ബാക്ക് ടു ദ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ആ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചിലപ്പം ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ മേ ബി എന്താവാം, പ്രൊഡക്റ്റ് സെയിൽസ് മീറ്റ് എക്സ്പെക്റ്റേഷൻ, ആ പ്രൊഡക്റ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷന് മീറ്റ് ചെയ്യാൻ പറ്റുമായേക്കാം. അതുകൊണ്ടാണ് ഇവിടെ ഈ യെസ് എന്നുള്ള ആരോ വീണ്ടും ഒരു ഫീഡ്ബാക്ക് പോലെ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യുന്നു. എഗെയിൻ നമ്മളാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ സ്റ്റെപ്പായിട്ടുള്ള കമേഴ്ഷ്യലൈസേഷൻ എന്നുള്ള സ്റ്റെപ്പിലോട്ട് പോകുന്നു. ആർ പ്രൊഡക്റ്റ് സെയിൽസ് മീറ്റ് എക്സ്പെക്റ്റേഷൻ? യെസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചർ പ്ലാൻസ്, എഗെയിൻ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടാക്കുന്നു. നോ ആണെങ്കിലും ഡ്രോപ്പ് അല്ല, മോഡിഫൈ ദ പ്രൊഡക്റ്റ് ഓഫ് മാർക്കറ്റിംഗ് പ്രോഗ്രാം. ആ മാർക്കറ്റിംഗ് പ്രോഗ്രാമിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാത്തത്, അട്രാക്ട് ചെയ്യാത്തത്, അതിലുള്ള ചേഞ്ചസ് വരുത്താം. അപ്പോൾ എന്ത് ചെയ്യുന്നു, മേ ബി വീണ്ടും ആ മാർക്കറ്റിങ്ങിലൊക്കെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ മേ ബി കസ്റ്റമേഴ്സ് വിൽ ആക്സെപ്റ്റ്. ഇതാണ് ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസും അതിൻ്റെ ഡിസിഷൻ പ്രോസസ്സും. ഈ ഫോട്ടോയിൽ കാണുന്നത് സർ ജെയിംസ് ഡൈസൺ ആണ്, ഒരു ഇൻവെൻറ്ററാണ്. അതുപോലെ അദ്ദേഹം കുറേ കാലം പ്രോട്ടോടൈപ്പുകൾ, മോഡലുകൾ ഉണ്ടാക്കി ഫെയിലായി ലാസ്റ്റ് വിൻ ചെയ്ത ഒരാളാണ്. ഹീ ഈസ് എ ഇൻവെൻറ്റർ ഓഫ് എയർ മൾട്ടിപ്ലെയർ ബ്ലേഡ്ലെസ് ടേബിൾ ഫാൻ. ബ്ലേഡ് ഇല്ലാത്ത ടേബിൾ ഫാനിൻ്റെ ഒരു ഇൻവെൻറ്ററാണ് അദ്ദേഹം. അടുത്തത് നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കൺസ്യൂമർ അഡോപ്ഷൻ പ്രോസസ്സ് എന്നുള്ളത് കാര്യം. എന്നാൽ എങ്ങനെയാണ്, ഇതൊരു മെൻ്റൽ പ്രോസസ്സാണ് ആക്ച്വലി. ഒരു കൺസ്യൂമർ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങണം അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ബൈ ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. 5 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ആ ഫസ്റ്റ് വൺ, അവയർനെസ്. ദ കൺസ്യൂമർ ബിക്കംസ് അവെയർ ഓഫ് ദ ഇന്നോവേഷൻ ബട്ട് ലാക്സ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അവയർനെസ്, ഒരു കസ്റ്റമേഴ്സിന് ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട് എന്നുള്ളൊരു അവയർനെസ് മാത്രം ഉണ്ടാവുക. ബട്ട് ദേ ഡോണ്ട് ഹാവ് എനി ഫർദർ ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ്. കൂടുതലായിട്ട് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളോ അതെങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. ഫസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റേജസ്. പല അഡ്വർടൈസ്മെൻറ്റിലൂടെയൊക്കെ ഒരു പരിധിവരെ കുറച്ച് അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴി, ഫാമിലി വഴി, അല്ലെങ്കിൽ ആ തരത്തിൽ. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പിന്നെ പോകും, ഇൻട്രസ്റ്റ്. ദ കൺസ്യൂമർ ഈസ് സ്റ്റിമുലേറ്റഡ് ടു സീക്ക് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇന്നോവേഷൻ. അപ്പോൾ രണ്ടാമത് സ്റ്റേജിലോട്ട് നമ്പർ ആ കസ്റ്റമർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായി. രണ്ടാമത് എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എത്രയാണ്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്, അത് എവിടെയാണ് കിട്ടുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്തിലോട്ട് വരിക, സെക്കൻഡ് സ്റ്റേജിൽ വരിക. ആ സമയത്ത് കസ്റ്റമേഴ്സ് ഒരു റിസർച്ചർ പോലെയാണ്. അവരെന്ത് ചെയ്യുന്നു, കുറേ മീഡിയംസ്, മേ ബി ടെലിവിഷനോ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളോ ഈവൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ആ പ്രൊഡക്റ്റ് വാങ്ങിയ ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൂടുതൽ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. തേർഡ് വൺ, ഇവാലുവേഷൻ. ദ കൺസ്യൂമർ കൺസിഡേഴ്സ് വെദർ ടു ട്രൈ ദ ഇന്നോവേഷൻ. എന്ന് പറയുമ്പോൾ ഇവാലുവേറ്റ് ചെയ്തു കൺസ്യൂമർ അതൊന്ന് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ എന്നുള്ള ഒരു ചിന്തയിലോട്ട് വരുന്നു. ഫോർത്ത് വണ്ണിലാണ് ട്രയൽ ചെയ്യുന്നത്. ആൻഡ് ദ കൺസ്യൂമർ ട്രൈസ് ദ ഇന്നോവേഷൻ ടു ഇംപ്രൂവ് ഹിസ് ഓർ എസ്റ്റിമേറ്റ്സ് ഓഫ് ഇറ്റ്സ് വാല്യൂ. എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു, എത്രത്തോളം ഉണ്ട്, നമ്മൾ എക്സ്പെക്ടേഷനിലുണ്ടോ ഇല്ലയോ എന്നുള്ള. ലാസ്റ്റ് സ്റ്റേജാണ് അഡോപ്ഷൻ. കൺസ്യൂമർ ഡിസൈഡ്സ് ടു മേക്ക് ഫുൾ ആൻഡ് റെഗുലർ യൂസ് ഓഫ് ദ ഇന്നോവേഷൻ. എന്നാൽ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്ത് വാങ്ങുന്നു, വാങ്ങാൻ തീരുമാനിക്കുന്ന ഫൈനൽ ഡിസിഷനാണ് അഡോപ്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഞാനിതിൽ യൂസ് ചെയ്ത റെഫറൻസ്. ഫിലിപ്പ് കോട്ടറുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും അതുപോലെ രാമസ്വാമിയുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫർദർ റീഡിങ്ങിന് ഇത് വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റും, രണ്ടാമത് കൺസ്യൂമർ അഡോപ്ഷൻ പ്രോസസ്സും.